ജനമ തിരോധാന കേസിൽ പ്രതി സെബാസ്റ്റ്യനെ ഇന്ന് ഈരാറ്റുപേട്ടയിൽ മൊബൈൽ ഫോൺ കടയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. ജൈനമ്മയുടെ മൊബൈൽ ഫോൺ പ്രതി കടയിൽ ചാർജ് ചെയ്യാൻ എത്തിച്ചതായി കണ്ടെത്തിയിരുന്നു. പ്രതിയുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കും. ഇതിനു മുൻപ് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ജോസി ബാബുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ജോസി, ഈ കടയിൽ എപ്പോഴായിരിക്കും തെളിവെടുപ്പിന് എത്തിക്കുക? എന്താണ് അന്വേഷണ സംഘം പറയുന്നത്? ജീന ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനുമായി ഇന്ന് രാവിലെ ദൈനംദിന വൈദ്യപരിശോധനയ്ക്ക് അന്വേഷണ സംഘം പുറത്തേക്ക് പോയിരിക്കുകയാണ്. അല്പസമയത്തിനകം വൈദ്യപരിശോധന പൂർത്തിയാക്കി വീണ്ടും ഞാൻ ഇപ്പോൾ നിൽക്കുന്ന കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും തുടർന്നുള്ള തെളിവെടുപ്പ് നടപടികളടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ഈരാറ്റുപേട്ടയിൽ നേരത്തെ ജയനമ്മയുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്ത കടയിൽ എത്തിക്കുമെന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. ആവശ്യമെങ്കിൽ ജയനമ്മയുടെ മൊബൈൽ ഫോൺ പ്രതി ചാർജ് ചെയ്ത കടയിൽ എത്തിച്ച് പ്രതിയുടെ തെളിവെടുപ്പും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയാകും. നാളെ കസ്റ്റഡി കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് പരമാവധി വിവരങ്ങൾ പ്രതിയിൽ നിന്നും ചോദിച്ചറിയേണ്ടതുണ്ട്. കൂടാതെ DNA പരിശോധനാ ഫലവും വരേണ്ടതുണ്ട്. ഈ DNA പരിശോധനാ ഫലമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമാകുക. പള്ളിപ്പുറത്തെ ഈ സെബാസ്റ്റ്യന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് ലഭിച്ച അസ്ഥി കഷ്ണങ്ങളും സ്ത്രീകളുടെ നിന്ന് തോന്നുന്ന തരത്തിലുള്ള വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളും അടക്കം പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ പരിശോധനാ ഫലം കൂടി ലഭിക്കേണ്ടതുണ്ട്. ജയനമ്മയുടെ കേസാണ് കോട്ടയം യൂണിറ്റ് അന്വേഷിക്കുന്നത്. മറ്റ് സ്ത്രീകളുടെ തിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് യൂണിറ്റാണ് അന്വേഷിക്കുന്നത്. ജയനമ്മയെ കൂടാതെ ബിന്ദു, അതോടൊപ്പം തന്നെ ഐഷ, അതോടൊപ്പം മറ്റൊരു സിന്ധു എന്നൊരു യുവതിയുടെ തിരോധാനവുമായി സെബാസ്റ്റ്യന് ബന്ധമുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഇപ്പോഴും പൂർണ്ണമായും അന്വേഷണ സംഘത്തോട് സഹകരിക്കാനോ അല്ലെങ്കിൽ വിവരങ്ങൾ പങ്കുവെക്കുവാനോ സെബാസ്റ്റ്യൻ തയ്യാറാകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെബാസ്റ്റ്യനെ നിന്നും പരമാവധി വിവരശേഖരണം പൂർത്തിയാക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ ഈ തിരോധാനത്തിൽ കാണാതായ യുവതികളുടെ ബന്ധുമിത്രാദികളെ കൂടി വിളിച്ച് വിവരങ്ങൾ അന്വേഷണ സംഘം തേടും. അതോടൊപ്പം സെബാസ്റ്റ്യന്റെ ഭാര്യയിൽ നിന്നും വിവരങ്ങൾ തേടേണ്ടതുണ്ട്. നേരത്തെ തന്നെ സെബാസ്റ്റ്യന് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് ചില സഹകരണ ബാങ്കുകളിൽ വലിയ നിക്ഷേപം സെബാസ്റ്റ്യന് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. ഇക്കാര്യങ്ങളിലൊക്കെ പണം എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിലടക്കം ചില വ്യക്തത വരുത്തേണ്ടതുണ്ട്. അക്കൗണ്ട് വിവരങ്ങളും അതോടൊപ്പം സാമ്പത്തിക സ്രോതസ്സും അന്വേഷണ സംഘം പരിശോധിക്കും. പ്രധാനമായും താൻ വിദേശത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് സമ്പാദിച്ച പണമാണ് ഇതെന്നാണ് സെബാസ്റ്റ്യന്റെ മൊഴി. പക്ഷേ അത് പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. നേരെ മറിച്ച് ഈ കാണാതായ സ്ത്രീകളുടെ സ്വത്തും അതോടൊപ്പം തന്നെ സ്വർണ്ണാഭരണങ്ങളും അടക്കം സെബാസ്റ്റ്യൻ കൈവശപ്പെടുത്തി പലയിടത്തും പണയപ്പെടുത്തിയതടക്കമുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഏറ്റുമാനൂർ പോലീസാണ് ഈ ജയനമ്മയുടെ കേസ് അന്വേഷിച്ചിരുന്നത്. 2024 ഡിസംബർ 23 ജയനമ്മയെ കാണാതാകുന്നത്. പിന്നീട് ജയനമ്മയുടെ മൊബൈൽ ഫോൺ പലയിടങ്ങളിലും സ്വിച്ച് ഓൺ ആകുന്നത് വ്യക്തമായിരുന്നു. ആ സ്ഥലങ്ങളിൽ നിരവധി ദുരൂഹതകളുള്ള ഒരു കേസാണ്. പ്രധാനമായും ഇയാൾ സീരിയൽ കില്ലറാണോ എന്ന് അന്വേഷണ സംഘം വരെ സംശയിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ തെളിവെടുപ്പിലും ഇയാളുടെ വീടിനടുത്ത് നിന്ന് അസ്ഥികൾ കണ്ടെത്തിയത് 2 തവണയാണ് ഇങ്ങനെ അസ്ഥികൾ കണ്ടെത്തിയത്. ഇതിന്റെ DNA പരിശോധന രണ്ടിന്റെയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ്?